ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. റോഡ് നിർമ്മാണവുമായി ബന്ധിപ്പിച്ച് ധാരാളം പരാതികളുള്ള ഒരു ജനതയാണ് മലയാളി. സാധാരണഗതിയിൽ റോഡ് നന്നാക്കും, വളരെ പെട്ടെന്ന് ഒരു മഴക്കാലം കഴിയുമ്പോഴേക്കും അത് കുണ്ടും കുഴിയുമായി മാറുകയും ചെയ്യും. ഓരോ തവണയും അങ്ങനെ സംഭവിക്കുമ്പോൾ ഓരോ തവണയും അതിനെ ശപിച്ചും അതിൽ പരിതപിച്ചും നാം വീണ്ടും അതിൻ്റെ ആവർത്തനങ്ങൾക്ക് നിർമ്മമമായ സാക്ഷികളായി മാറിത്തീരുന്ന അനുഭവം എല്ലാ മലയാളികൾക്കുമുണ്ട്. ഒരിക്കലും ഈ റോഡ് നന്നാകാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം മലയാളികളും. എന്തുകൊണ്ടെന്നാൽ മലയാളികളുടെ പരിദേവനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഭരണകർത്താക്കൾ രംഗത്ത് വരുന്നില്ല. റോഡിനെ സംബന്ധിച്ചുള്ള പരിഭവങ്ങൾ, പരാതികൾ ഇത് ഏറ്റെടുക്കപ്പെടുന്നില്ല. അതുകൊണ്ട് റോഡ് നിർമ്മാണം എന്ന് പറയുന്നത് മറ്റ് പല നിർമ്മാണ മേഖലയെയും പോലെ കോൺട്രാക്ടർമാരുടെ സൗജന്യമായി തീർന്നിരിക്കുന്നു. കോൺട്രാക്ടർമാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും മിക്കവാറും മന്ത്രിമന്ദിരങ്ങളും ചേർന്ന് നടപ്പാക്കുന്ന വലിയ ഒരു തട്ടിപ്പിൻ്റെ മൂലധന നിക്ഷേപം മാത്രമാണ് റോഡ് നിർമ്മാണം എന്ന് അസംഖ്യം വർഷങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതിനെതിരെ എന്ന് കരുതുന്ന അവസ്ഥ മാറാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും വിശ്വാസമാകില്ല. നിങ്ങളുടെ വീടിനടുത്തുകൂടി കടന്നു പോകുന്ന റോഡുണ്ടല്ലോ, ആ റോഡ് നിർമ്മാണം പരിശോധിക്കാൻ ഇനി നിങ്ങൾക്ക് തന്നെ അവകാശം വന്നു ചേരുന്ന ഒരവസ്ഥാന്തരം രൂപപ്പെടാൻ പോകുന്നു. അത്ഭുതകരമായ ആ മാറ്റത്തിൻ്റെ വാർത്ത ദേശാഭിമാനി ലീഡ് വാർത്തയായി തരുന്നു. കാണുക. റോഡ് പരിശോധനയ്ക്ക് ജനകീയ സമിതി വരുന്നു. സുമേഷ് കെ ബാലൻ അസംഖ്യം വർഷങ്ങളായി, ഒരുപക്ഷെ ദീർഘകാലമായി മലയാളികൾ കാത്തിരുന്ന ആ വാർത്ത ദേശാഭിമാനിയുടെ ലീഡ് വാർത്തയാക്കി തരുന്നത് ഇങ്ങനെ: റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള മരാമത്ത് പണികൾക്ക് സോഷ്യൽ ഓഡിറ്റിന് പ്രത്യേക സംവിധാനം വരുന്നു. റോഡ് നിർമ്മാണത്തിലും മരാമത്ത് പണികളിലും പിഴവുകളും ക്രമക്കേടുകളും ഉണ്ടെങ്കിൽ നിർമ്മാണ സമയത്ത് തന്നെ അത് തിരുത്തിക്കാനാണ് പുതിയ സംവിധാനം. MLA-മാരെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി സോഷ്യൽ ഓഡിറ്റിനായി പ്രത്യേക സമിതി രൂപീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ദേശാഭിമാനിയോട് പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതകളും ക്രമക്കേടുകളും ചൂണ്ടിക്കാണിക്കാൻ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും സമിതിക്ക് അധികാരം നൽകും. നിയമ ഭേദഗതി ആവശ്യമെങ്കിൽ വരുത്തും. മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കും എന്നും മന്ത്രി ജി സുധാകരൻ പറയുകയുണ്ടായി. സുധാകരനാണ് മന്ത്രി. അതുകൊണ്ട് കോൺട്രാക്ടർമാർക്കും അയാളുടെ പോക്കറ്റിൽ നോക്കി ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമൊക്കെ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മരാമത്ത് പണികളുടെ ആസൂത്രണത്തിലും തുടർ പരിശോധനയിലും ജനകീയ പങ്കാളിത്തവും സുതാര്യതയും ഉറപ്പാക്കും. ക്രമക്കേടുണ്ടെങ്കിൽ നിർമ്മാണ സമയത്ത് തന്നെ അത് തിരുത്തിക്കും. അഴിമതി തടയാൻ ശക്തമായ നടപടി വരും. ജൂലൈ 9-ന് 1400 എഞ്ചിനീയർമാരുടെ യോഗം. ശ്രീധരൻ ആ യോഗത്തിൽ പങ്കെടുക്കും. തുടങ്ങിയ കാര്യങ്ങളും ഈ വാർത്തയുടെ വിശദാംശങ്ങളിൽ ദേശാഭിമാനി ഇന്ന് നമുക്ക് തരുന്നു. പുതിയ സർക്കാരിൻ്റെ സമീപനം റോഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. പഴങ്ങൾ ധാരാളം വാങ്ങി ഭക്ഷിക്കാനുള്ള സമ്പന്നതയുള്ള ഒരു ജനതയാണ് മലയാളി. നമുക്കറിയാം, അങ്ങേയറ്റം വരുമാനം കുറഞ്ഞ മലയാളി വീടുകളിൽ പോലും മുക്കിന് അല്ലെങ്കിൽ ജംഗ്ഷനിലിരിക്കുന്ന കടകളിൽ നിന്ന് പഴവും മറ്റു പഴവർഗ്ഗങ്ങളും വാങ്ങിക്കൊണ്ട് പോകുന്നവരാണ് മലയാളികൾ. അത്തരമൊരു സാഹചര്യത്തിൽ പഴവർഗ്ഗങ്ങൾക്ക് വലിയൊരു മാർക്കറ്റായി നിൽക്കുന്ന നമ്മുടെ സ്റ്റേറ്റിൽ പലതരം പഴവർഗ്ഗങ്ങൾ വരുന്നു. മിക്കവാറും മാരകമായ വിഷമടിച്ച പഴവസ്തുക്കൾ. പണ്ട് കാരണവന്മാർ പറയുന്ന ഒരു വർത്തമാനമുണ്ട്: ഈച്ച വരുന്ന പഴങ്ങൾ മാത്രം വാങ്ങുക. ഇപ്പോൾ ഈച്ച പഴങ്ങളിൽ വരാറില്ല. പഴങ്ങളിൽ വന്നിരുന്ന് നനിപ്പിച്ചാൽ, മണപ്പിച്ചാൽ ഈച്ച ചത്തുപോകുന്ന രീതിയിൽ മാരക വിഷത്തിൻ്റെ ഒരാവരണം പഴങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ആഴ്ചകളോളം ആ പഴങ്ങൾ ഇരിക്കുകയും ചെയ്യും. അത്തരം പഴങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു രീതി നിലനിൽക്കുന്നു. ആ രീതിക്കും കടിഞ്ഞാണിടാൻ പോകുന്നു പുതിയ മന്ത്രിസഭയുടെ പരിഷ്കാരം. കാണുക. ദീപിക എന്ന പത്രമാണത് റിപ്പോർട്ട് ചെയ്യുന്നത്. വിൽപ്പന തടയാൻ പദ്ധതി വരുന്നു. മായം ചേർത്ത പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിപണനം
സംസ്ഥാനത്ത് പൂർണ്ണമായി തടയാൻ സർക്കാർ പദ്ധതി വരുന്നു. രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വലിപ്പം വർദ്ധിപ്പിക്കുകയും വേഗത്തിൽ പഴുപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന പഴങ്ങളും പച്ചക്കറികളും കണ്ടെത്തി ഇവയുടെ വിൽപ്പന തടയാനുള്ള പദ്ധതിയാണ് സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. മായം ചേർത്ത പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിപണനം തടയുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ സർക്കാർ 10 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ക്യാൻസർ അങ്ങേയറ്റം പടർന്നു പിടിക്കുന്ന ഒരു ജനതയായി കേരളം ഇന്ത്യയിൽ മാറിത്തീർന്നിരിക്കുന്നു. ഏറ്റവും അധികം ക്യാൻസർ പേഷ്യൻസ് ഉള്ള സംസ്ഥാനം ദില്ലിയാണ്. പട്ടണവും നഗരവും ദില്ലിയാണ്. അത് കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് എന്നാണ് അതേ സംബന്ധിച്ച കണക്കുകൾ വെളിവാക്കുന്നത്. ഈ തരം പച്ചക്കറികളും അതുമാതിരിയുള്ള പഴവർഗ്ഗങ്ങളും ക്യാൻസറിന് ഹേതുഭൂതകമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ നീക്കം ശ്ലാഘനീയമാണ്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ സാധാരണക്കാരുടെ പങ്കാളിത്തം നിർണയിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു അസ്വാഭാവികത ഈ കാര്യത്തിൽ നിലനിൽക്കുന്നതും ഉണ്ട്. ഇന്ന് പത്രലോകം അങ്ങേയറ്റം ശ്രദ്ധാർഹമായ ഒരു ചരമ വാർത്ത നമുക്ക് തരുന്നുണ്ട്. കാവാലം നാരായണ പണിക്കർ അരങ്ങൊഴിഞ്ഞു എന്ന നിലയ്ക്കാണ് ആ വാർത്ത പത്രങ്ങൾ തരുന്നത്. അരങ്ങിലാണ് അദ്ദേഹം ജീവിച്ചത്. അതുകൊണ്ട് ഒട്ടുമിക്ക പത്രങ്ങളും അരങ്ങൊഴിഞ്ഞു എന്ന വാക്കിലാണ് ആ മരണം നിർവചിച്ചിരിക്കുന്നത്. വെറുതെ അരങ്ങിൽ അദ്ദേഹം ജീവിക്കുകയായിരുന്നില്ല. ജീവിക്കുന്ന അരങ്ങിനെ തന്നെ സ്വയം കണ്ടെത്തിക്കൊണ്ട് റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ട് അനുസ്യൂതിയിലൂടെ ആ റീഇൻവെൻഷൻ്റെ അനുസ്യൂതിയിലൂടെ ജീവിച്ച, സത്യത്തിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് സാധാരണഗതിയിൽ വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം കലാരംഗത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ തനത് നാടക സ്വരൂപങ്ങൾക്ക് രൂപം കൊടുക്കാൻ അനവരതം യത്നിച്ച മനീഷിയായിരുന്നു കാവാലം നാരായണ പണിക്കർ. അദ്ദേഹം അന്തരിച്ചു. നാടകം, സംഗീതം തുടങ്ങിയ രംഗങ്ങളിൽ മലയാളത്തിൻ്റെ തനത് രൂപങ്ങൾക്ക് വേണ്ടി വിപുലമായ പരീക്ഷണം നടത്തിയ പ്രതിഭയാണ് അസ്തമിച്ചത്. നാടൻ പാട്ടുകളുടെ ഗായകനായി കലാഭവൻ മണി രംഗത്ത് വരുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അതിനെത്രയോ മുമ്പ് ഉപാസനയും ഗവേഷണവും കൊണ്ടൊരുക്കിയ, അതിന് വലിയൊരു വഴിത്താര ഒരുക്കിയ ആചാര്യനായിരുന്നു കാവാലം നാരായണ പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമ വാർത്താ പത്രങ്ങളൊക്കെ 1-ാം പേജിൽ, ഇംഗ്ലീഷ് മലയാളം പത്രങ്ങൾ 1-ാം പേജിൽ സചിത്രമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാവാലം അരങ്ങൊഴിഞ്ഞു എന്ന ശീർഷകത്തിൽ മാതൃഭൂമി ആ വാർത്ത ആദ്യ വാർത്തയാക്കി തരുന്നു. കാണുക. മലയാളത്തിലെ ആധുനിക നാടകവേദിയുടെ ആചാര്യരിൽ ഒരാളായ കാവാലം നാരായണ പണിക്കർ 88 വയസ്സ് അന്തരിച്ചു. നാടകകൃത്ത്, സംവിധായകൻ, കവി, സംഗീതജ്ഞൻ എന്നീ നിലകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. തനത് നാടകവേദിക്ക് നൽകിയ സംഭാവനകൾ അദ്ദേഹത്തെ ഇന്ത്യക്കകത്തും പുറത്തും ഒരുപോലെ പ്രശസ്തനാക്കി. ഞായറാഴ്ച രാത്രി 10 മണിയോടെ തൃക്കണ്ണാപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം. രോഗബാധിതനായി കുറച്ചു നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിലെ ചാല കുടുംബത്തിൽ 1928 ഏപ്രിൽ 28 ജനനം. അച്ഛൻ ഗോദവർമ്മയും അമ്മ കുഞ്ഞുലക്ഷ്മി അമ്മയും. സർദാർ KM പണിക്കർ അമ്മാവനാണ്. ശവസംസ്കാരം ആലപ്പുഴയിലെ കാവാലത്ത് നടക്കും. സമാനതകളില്ലാത്ത പ്രതിഭ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരണത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളെക്കുറിച്ച് ധാരാളം റൈറ്റപ്പുകൾ, ഓർമ്മകൾ ഒക്കെയുണ്ട്. വ്യത്യസ്ത പത്രങ്ങൾ ഗംഭീരമായി അത് കവർ ചെയ്തിട്ടുമുണ്ട്. ഏതായാലും ദേശാഭിമാനി എന്ന പത്രം വിശ്വവേദിയിലെ മലയാള കൊടി എന്ന ശീർഷകത്തിൽ അലക്സ് വള്ളിക്കുന്നം എഴുതിയ ലേഖനം, ആ ലേഖനത്തിലെ തരുന്ന ചിത്രം, കർണഭാരം നാടകത്തിന് ശേഷം മോഹൻലാലിനെ ആശ്ലേഷിക്കുന്ന കാവാലം നാരായണ പണിക്കരുടെ ചിത്രം അടക്കമുള്ള കാര്യങ്ങൾ തരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത വഴിയെക്കുറിച്ച് ഒരു ഹ്രസ്വ വിശദീകരണം ദേശാഭിമാനി തരുന്നത് കാണുക. സാക്ഷി മുതൽ കാളി വിശേഷം വരെ കുട്ടനാട്ടിലെ പുരാതന കുടുംബത്തിലെ അംഗം. ചാലയിൽ എന്നാണ് കുടുംബപ്പേര്. സർദാർ KM പണിക്കരുടെ മരുമകൻ. കവി അയ്യപ്പ പണിക്കർ ബന്ധു. കാവാലത്തിൻ്റേതായി 26 മലയാള നാടകങ്ങളുണ്ട്. മിക്കതും ക്ലാസിക്കൽ, സംസ്കൃത, ഷേക്സ്പിയർ കൃതികൾ ഉപജീവിച്ചവ. സോപാനം നാടക ഗ്രൂപ്പിൻ്റെ സ്ഥാപക ഡയറക്ടർ. അത് അവതരണ കലയുടെ പരിശീലനത്തിനും ഗവേഷണത്തിനുമുള്ള ഭാഷാഭാരതി കലാകേന്ദ്രമായി കോട്ടയം CMS കോളേജിലായിരുന്നു കലാകേന്ദ്രമായി മാറി. കോട്ടയം CMS കോളേജിലായിരുന്നു പഠനം.
ആലപ്പുഴ SD കോളേജിൽ സാമ്പത്തിക ശാസ്ത്ര ബിരുദ പഠനം, മദ്രാസിൽ നിയമബിരുദവും, 1955 വക്കീൽ പരിശീലനം ആരംഭിച്ചു. 6 കൊല്ലം നീണ്ട് തുടർന്ന് കലയിലേക്കും സാഹിത്യത്തിലേക്കും 1961 സംഗീത നാടക അക്കാദമി സെക്രട്ടറി ആയതിനെ തുടർന്ന് തൃശ്ശൂരിലേക്ക് താമസം മാറ്റി ക്ലാസിക്കൽ ഫോക്ക് പാരമ്പര്യ ഗവേഷണത്തിൽ ശ്രദ്ധയൂന്നി. 1974 തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. ആ ഘട്ടത്തിൽ കാവാലത്തിൻ്റെ നാടകമായ അവനവൻ കടമ്പ അരവിന്ദൻ സംവിധാനം ചെയ്തു. തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ നാടക ഗവേഷണ ജീവിതത്തിലെ നാൾ വഴികൾ വിശദീകരിക്കുന്നു ദേശാഭിമാനി. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം സ്വന്തം സ്ഥലമായ കാവാലത്താണ്, നാളെയാണ് നടത്തപ്പെടുന്നത് എന്നാണ് ലഭിക്കുന്ന വാർത്തകൾ. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രവേശനമുണ്ടല്ലോ, ആ പ്രവേശനത്തെ സംബന്ധിച്ച് അതിൻ്റെ എൻട്രൻസ് പരീക്ഷയിൽ ജയിക്കാത്ത അല്ലെങ്കിൽ 0 മാർക്ക് വാങ്ങുന്നവർക്കും ഇതിൽ പ്രവേശനം ലഭിച്ചുകൂടായികയില്ല എഞ്ചിനീയറിംഗ് കോളേജുകളിൽ. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാരും പ്രൈവറ്റ് മാനേജ്മെൻറ്റും 2 ഘട്ടത്തിൽ നിൽക്കുന്നു. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രവേശനത്തെ സംബന്ധിച്ച് സ്വകാര്യ മാനേജ്മെൻറ്റുകളോട് വഴങ്ങാതെ സർക്കാരും ഉറച്ച് മാനേജ്മെൻറ്റും അവരിന്ന് മുഖാമുഖം ഒരു ചർച്ചയ്ക്ക് വരുന്നു. ആ സാഹചര്യത്തിൽ മലയാള മനോരമ ആ വാർത്ത ലീഡാക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. ആ ലീഡ് വാർത്ത ഇങ്ങനെയാണ്: +2 ജയിച്ചവർക്ക് ഒഴിവുള്ള സീറ്റിൽ പ്രവേശനം നൽകണമെന്ന് മാനേജ്മെൻറ്റുകൾ. എല്ലാ സീറ്റിലും പ്രവേശന പരീക്ഷ തന്നെ മാനദണ്ഡമെന്ന് സർക്കാർ. ഇന്ന് ചർച്ച. തിരുവനന്തപുരത്ത് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവേശനം വീണ്ടും കുരുക്കി. എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഒഴിവുള്ള സീറ്റിൽ +2 ജയിച്ചവരെ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യവുമായി സ്വാശ്രയ മാനേജ്മെൻറ്റ് അസോസിയേഷനും പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള റാങ്ക് പട്ടികയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവേശനം അനുവദിക്കൂ എന്ന നിലപാടിൽ സർക്കാരും ഉറച്ചു നിൽക്കുന്നതോടെ ഇന്ന് മുഖ്യമന്ത്രിയുമായും വിദ്യാഭ്യാസ മന്ത്രിയുമായും അസോസിയേഷൻ ഭാരവാഹികൾ നടത്തുന്ന ചർച്ചകൾ നിർണായകമാകും. അതേസമയം അഭിപ്രായ ഭിന്നത മെറിറ്റ് സീറ്റുകളിലെ പ്രവേശന നടപടികളെ ബാധിക്കില്ല എന്നാണ് അധികൃതരുടെ ഉറപ്പ്. ഏതായാലും ഇന്നത്തെ ചർച്ചയുടെ ഫലം എന്ത് എന്ന് കുറച്ച് കഴിഞ്ഞ് നമുക്കറിയാനാകും. MBBSനെ സംബന്ധിച്ച മെഡിക്കൽ കോളേജുകളുടെ വിലക്ക് വന്നിരുന്നു, അതേ സംബന്ധിച്ച വാർത്ത വന്നിരുന്നു. ആ വിലക്ക് കൊണ്ട് MBBS സീറ്റുകൾ കുറയും എന്ന് ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ അത് സംഭവിക്കാനിടയില്ല. മനോരമ അതും വാർത്തയാക്കിയിരിക്കുന്നു, കാണുക. MBBS വിലക്ക് മിക്ക കോളേജുകളും കടന്നുകൂടുമെന്ന് പ്രതീക്ഷ. 9 മെഡിക്കൽ കോളേജുകളിൽ MBBS പ്രവേശനത്തിന് അനുമതി നിഷേധിച്ച മെഡിക്കൽ കൗൺസിൽ നടപടിയിൽ നിന്ന് ഭൂരിഭാഗം കോളേജുകൾക്കും കരകയറാനാകുമെന്ന പ്രതീക്ഷ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരവും ലോധ കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലും ഭൂരിഭാഗം കോളേജുകൾക്കും അംഗീകാരം പുനഃസ്ഥാപിച്ച് കിട്ടും എന്നാണ് പ്രതീക്ഷ എന്നും പ്രതീക്ഷ ഉണർത്തുന്ന ഈ വാർത്ത നമ്മോട് പറയുന്നു. ഗുരുദർശനങ്ങളെ ഇരുട്ടിൻ്റെ ശക്തികൾ വക്രീകരിക്കുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗഭാഗം ദേശാഭിമാനി ഉൾപേജിലാണെങ്കിലും വളരെ പ്രസക്തമായി തന്നെ തരുന്നു. പൊതുവാർത്താ പേജിൽ ശിവഗിരിയെയും റാഞ്ചാൻ ശ്രമം ഗുരുദർശനങ്ങളെ ഇരുട്ടിൻ്റെ ശക്തികൾ വക്രീകരിക്കുന്നു. ശ്രീനാരായണ ഗുരു ഇല്ലാതാക്കിയ അസമത്വങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നമുക്ക് ജാതിയില്ല എന്ന ഗുരുദേവ വിളംബരത്തിൻ്റെ ശതാബ്ദി ആഘോഷം BJT ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഗുരുദർശനങ്ങൾ 2 അപകടങ്ങളെ നേരിടുന്ന സന്ദർഭമാണിത്. ഗുരുശിഷ്യരെന്ന് നടിക്കുന്ന ചിലർ ഗുരുവിനെ ഇടുങ്ങിയ സ്വാർത്ഥ താൽപ്പര്യത്തിലേക്കായി പരിമിതപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഒന്നാമത്തേത്. ഗുരുവിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളെ ഇരുട്ടിൻ്റെ ശക്തികൾ വോട്ടിനായി പ്രീണിപ്പിച്ച് വശീകരിക്കാൻ ശ്രമിക്കുന്നതാണ് രണ്ടാമത്തെ അപകടം. ഈ 2 അപകടങ്ങളെയും ജാഗ്രതയോടെ നോക്കിക്കാണണം എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നു. കേരളത്തിലെ വൈദ്യുതി വിപണന രംഗത്തെ റിലയൻസ് നടത്തുന്ന കൊള്ള തടയാൻ ശ്രമിക്കുന്നു കേരള സർക്കാർ. മംഗളം എന്ന പത്രം ആ വാർത്ത 1-ാം പേജിൽ തന്നെ തരുന്നു. മംഗളത്തിൻ്റെ ലീഡ് വാർത്തയും അതാണ്. അത്രത്തോളം പ്രസക്തി മംഗളം ആ വാർത്തയ്ക്ക് നൽകുന്നുണ്ട്. റിലയൻസ് എപ്രകാരമാണ് ഒരു കൊള്ളയാ രംഗത്ത് നടത്തുന്നത്, വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കൊള്ളയെ സംബന്ധിച്ച് ഈ സർക്കാർ അന്വേഷിക്കുക തന്നെ ചെയ്യും. അതാണ് വാർത്തയുടെ ഉള്ളടക്കം. ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം.
കേരളത്തിൻ്റെ വൈദ്യുതി രംഗത്ത് റിലയൻസ് നടത്തുന്ന കൊള്ള ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് മംഗളം നിരീക്ഷിക്കുന്ന വാർത്ത VA ഗിരീഷ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ലീഡ് വാർത്തയിൽ റിലയൻസുമായുള്ള കോടികളുടെ വൈദ്യുതി കരാർ പുതുക്കിയ UDF സർക്കാരിൻ്റെ ഉത്തരവ് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചതോടെ വൈദ്യുതി ബോർഡ് വീണ്ടും മലക്കം മറിഞ്ഞു. 2017 റിലയൻസ് വൈദ്യുതി വേണ്ടിവരുമെന്ന നിലപാടാണ് ബോർഡ് തിരുത്തിയത്. റിലയൻസിൽ നിന്ന് വൈദ്യുതി വാങ്ങാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ബോർഡ് തിരുത്തി. വൈദ്യുതി വാങ്ങാതിരുന്നിട്ടും കൊച്ചിയിലെ BSES താപവൈദ്യുതി നിലയത്തിന് 87.83 കോടി രൂപ നൽകി കരാർ പുതുക്കിയ ഉത്തരവിലെ ക്രമക്കേടാണ് മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുന്നത്. വർഷങ്ങളായി വൈദ്യുതി വാങ്ങിയിട്ടില്ലെങ്കിലും റിലയൻസിൻ്റെ വൈദ്യുതി നിലയത്തിന് കരാർ പുതുക്കി നൽകാനാണ് UDF സർക്കാർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉത്തരവിട്ടത്. ആ ഉത്തരവും പരിശോധിക്കപ്പെടുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഒളിച്ചുവെച്ച ധാരാളം സ്വത്ത്, ഒരുപക്ഷെ ആ സ്വത്തിൻ്റെ മൂല്യം വിദേശ ബാങ്കുകളിലെ നിക്ഷേപങ്ങളായി മാറിയ അവസ്ഥ ഒക്കെ ഇന്ത്യയിൽ ധാരാളമായുണ്ട്. ആ ഒളിച്ചുവെച്ച സ്വത്ത് വെളിവാക്കിയാൽ അതിനുള്ള ടാക്സ് നികുതി നൽകി അതിനെ ന്യായീകരിക്കുകയും ചെയ്യാം. അതിനൊരവസരം കൂടി നരേന്ദ്രമോദി നൽകുന്നു ഇന്ത്യയിലെ സമ്പന്നർക്ക്. ആ അവസരം സെപ്റ്റംബറിൽ തീരുകയും ചെയ്യും എന്ന വാർത്ത സിറാജ് എന്ന പത്രം 1-ാം പേജിൽ തരുന്നു. അനധികൃത സ്വത്ത് വെളിപ്പെടുത്താൻ സെപ്റ്റംബർ വരെ അവസരം. രാജ്യത്തെ പൗരന്മാർക്ക് അനധികൃത രഹസ്യ സ്വത്ത് വെളിപ്പെടുത്തുന്നതിനുള്ള അവസാനത്തെ അവസരമായി സെപ്റ്റംബർ 30 വരെ സമയം അനുവദിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കള്ളപ്പണം തിരികെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതായാലും അദ്ദേഹത്തിന് വർത്തമാനം മാത്രമേയുള്ളൂ, ഒന്നും പ്രയോഗക്ഷമമാകുന്നില്ല. അധികാരത്തിലേറിയാൽ 15 ദിവസത്തിനകം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് 2 വർഷം കഴിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത്. അതേ സംബന്ധിച്ചാണ് മൻ കി ബാത്ത് എന്ന കുശലാന്വേഷണത്തിൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. കേരളത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് അടിയന്തിരമായി എല്ലാ ഒഴിവുകളും നികത്തും എന്നത്. പഴയ സർക്കാർ അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്ന ആക്ഷേപവും യുവജന സംഘടനകൾക്കുണ്ടായിരുന്നു. ഏതായാലും ഒഴിവുകൾ നികത്തണമെങ്കിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം. 10 ദിവസത്തിനുള്ളിൽ എല്ലാവരും റിപ്പോർട്ട് ചെയ്യണം. എല്ലാ വിഭാഗങ്ങളും അത് റിപ്പോർട്ട് ചെയ്യണം. എല്ലാ സ്ഥാപനങ്ങളും റിപ്പോർട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടിരുന്നു. അത് 1 മാസം കഴിയുമ്പോൾ എന്താണ് ആ ആവശ്യത്തിൻ്റെ പരിണിതി? കാണുക കേരള കൗമുദിയുടെ 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത. 1 മാസത്തിനകം PSCക്ക് റിപ്പോർട്ട് ചെയ്തത് 4308 ഒഴിവുകൾ. രാജൻ പുരക്കോടാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ 4308 ഒഴിവുകൾ 10 ദിവസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തതല്ല, 1 മാസം കൊണ്ടാണ്. പക്ഷേ ഇത്രയും അധികം ഒഴിവുകൾ ഒറ്റയടിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതാദ്യമാണ്. അത് ഈ ഗവൺമെൻറ്റിന് അഭിമാനാർഹമായ കാര്യവുമാണ്. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്ന് കഴിഞ്ഞ 1 മാസത്തിനകം PSCക്ക് റിപ്പോർട്ട് ചെയ്തത് 4308 ഒഴിവുകൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണമെന്ന പിണറായി സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണിത്. ഇത്രയും ഒഴിവുകൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതും ഇതാദ്യം. സർക്കാർ അധികാരമേറ്റ് ആദ്യത്തെ 10 ദിവസത്തിനകം ലാസ്റ്റ് ഗ്രേഡ് അടക്കം 952 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ബാക്കി ശേഷം ദിവസങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നും ഈ വാർത്തയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകൾ. അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിന് 41ാമത് വാർഷികം കഴിഞ്ഞിരിക്കുന്നു. ജൂൺ 25-ാം തീയതി. ആ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് ഉണ്ടല്ലോ, ആ മൻ കി ബാത്തിൽ അദ്ദേഹം അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് പരാമർശം നടത്തിയിരിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകൾ ഓർമ്മിപ്പിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും നന്നേ ചെറുപ്പമായിരുന്ന അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഗുജറാത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നും പ്രധാനപ്പെട്ട ഒളിവിൽ പോയ നേതാക്കൾക്ക് താവളമൊരുക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നത് എന്നുമൊക്കെ
അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച എഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സജീവമായി അതിനെതിരെ പ്രവർത്തിച്ചയാളാണ് നരേന്ദ്രമോദി. അതിനുശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. തുടർന്ന് അദ്ദേഹം പ്രധാനമന്ത്രി വരെ ആയിത്തീരുകയും ചെയ്തു. അദ്ദേഹം അടിയന്തരാവസ്ഥയുടെ 2 നാളുകളെക്കുറിച്ച് ഓർക്കുന്നത് ഇങ്ങനെ: രാജ്യത്ത് ഇന്ദിരാ സർക്കാർ നടപ്പാക്കിയ അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഇന്ന് ചിലർക്ക് മൻ കി ബാത്ത് പരിപാടിയെ പരിഹസിക്കാനും വിമർശിക്കാനും കഴിയുന്നത് ജനാധിപത്യമുള്ളതുകൊണ്ടാണ്. ആ പൗരസ്വാതന്ത്ര്യങ്ങളാണ് അടിയന്തരാവസ്ഥയിൽ ധ്വംസിക്കപ്പെട്ടത് എന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. പൗരസ്വാതന്ത്ര്യം തകർത്ത ഇന്ദിരാഗാന്ധിയെ തകർത്തെറിയുകയാണ് ജനത ചെയ്തത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ 2 കാര്യം നാം ഓർക്കണം. ഒന്ന്, ഇന്ദിരാഗാന്ധിയുടെ അനുഭവം വെച്ച് അഭിപ്രായ പ്രകാശന സ്വാതന്ത്ര്യത്തെ തകർക്കരുത്. ഇപ്പോൾ അടിയന്തരാവസ്ഥ നിലവിലില്ല. പക്ഷേ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമെന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. മറ്റൊന്ന്, അത്തരമൊരു സാഹചര്യം വന്നാൽ ഇന്ദിരാഗാന്ധി എങ്ങനെയാണോ തൻ്റെ പതനം അനുഭവിച്ചത് അതേമാതിരിയുള്ള പതനം അതൊക്കെ നടപ്പാക്കുന്നവർ ഇനി അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ആ ഒരു മുൻകരുതൽ അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിൽ ഇല്ല എന്നത് കഷ്ടമാണ്. എന്നാലും അദ്ദേഹം അത് അനുസ്മരിക്കുന്നുണ്ട്. കർണാടക മുഖ്യനെ പരസ്യമായി ഒരു സ്ത്രീ വേദിയിൽ ചുംബിച്ച കാര്യമാണ്, പരസ്യമായി ചുംബിച്ച് വിവാദമായി തീർന്ന കാര്യം. ജന്മഭൂമി എന്ന പത്രം 1-ാം പേജിൽ ചുംബനത്തിൻ്റെ ചിത്രമടക്കമാണ് തന്നിരിക്കുന്നത്. കാണുക. പൊതുപരിപാടിക്കിടയിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെ സ്ത്രീ പരസ്യമായി ചുംബിക്കുന്ന ചിത്രം, അതടക്കം വാർത്ത. പൊതുപരിപാടിക്കിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെ ഒരു സ്ത്രീ പരസ്യമായി ചുംബിച്ചു. ബാംഗ്ലൂരിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ താലൂക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയിലാണ് സംഭവം. താലൂക്ക് പഞ്ചായത്ത് അംഗമായ ഗിരിജ ശ്രീനിവാസാണ് പരസ്യമായി മുഖ്യമന്ത്രിയെ കെട്ടിപ്പിടിച്ച് മുത്തം നൽകിയത്. മുഖ്യമന്ത്രിക്കൊപ്പം ഗ്രൂപ്പ് ഫോട്ടോയ്ക്കായി നിന്നപ്പോഴാണ് ചിക്കമംഗലൂർ ജില്ലയിലെ താരിക്കരി താലൂക്ക് പഞ്ചായത്ത് അംഗമായ ഗിരിജ പെട്ടെന്ന് അദ്ദേഹത്തെ ചുംബിച്ചത്. ഉമ്മ വയ്ക്കാൻ ചെന്ന അംഗത്തെ തലയിൽ പിടിച്ച് അടുപ്പിച്ച് നിർത്തിയ മുഖ്യമന്ത്രി പ്രതിഷേധിക്കാനൊന്നും മുതിർന്നില്ല. ഒപ്പം നിന്ന പ്രവർത്തകർ സംഗതി ആസ്വദിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലൂടെ അവർ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നാണം കലർന്ന ഒരു ചിരി പടരുന്നത് കാണാമായിരുന്നു. ഈ മുഖ്യമന്ത്രി തനിക്ക് അച്ഛനെപ്പോലെ ബഹുമാനിതനായ ഒരാളാണ്, അതുകൊണ്ടാണ് ചുംബിച്ചത്, അതിൽ തെറ്റൊന്നുമില്ല എന്ന് കൂടി പറയുകയുണ്ടായി പരസ്യമായി ചുംബിച്ച സ്ത്രീ. ഇതിനു മുമ്പ് കേരളത്തിൻ്റെ അനുഭവമുണ്ട്. ഒരു സ്ത്രീ അച്ഛനെപ്പോലെയാണ് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നത്. ആ സ്ത്രീ ഒടുവിൽ അച്ഛനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നും വന്ന ഒരനുഭവം നമുക്കുണ്ട്. അത്തരം അനുഭവങ്ങൾ കർണാടകയിൽ ആവർത്തിക്കാതെ ഇരിക്കട്ടെ. മോദിയെ എതിർത്ത് BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് രംഗത്ത് വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, അടിയന്തരാവസ്ഥ പോലെയുള്ള വൻ വിപത്തുകളുടെ കാലം വിദൂരമല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുന്ന വാർത്ത മാധ്യമം എന്ന പത്രം പൊതുവൃത്താന്തം പേജിൽ നിന്ന് തരുന്നു. മോദി അടിയന്തരാവസ്ഥയ്ക്കെതിരായി നിലപാടെടുത്തിരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മോദിയുടെ നയതന്ത്രത്തിനെതിരെ രംഗത്ത് വരികയും അടിയന്തരാവസ്ഥ പോലുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ദീർഘദർശനം ചെയ്യുകയും ചെയ്യുന്നു എന്നത് കൗതുകകരമാണ്. അതുമാത്രമല്ല, BJPയുടെ സമുന്നതനായ നേതാവ് LK അദ്വാനി കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അടിയന്തരാവസ്ഥയുടെ സാധ്യത തള്ളിക്കളയാൻ ഇനിയും കഴിയില്ല എന്ന നിലയ്ക്ക് പ്രസ്താവന ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടും തീർന്നില്ല. അടുത്ത പൊതു തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ പൊതു തെരഞ്ഞെടുപ്പ് 2019 പൊതു തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സൈന്യത്തിൻ്റെ സന്നിഹിതത്വത്തോടെയാണ്, സൈന്യത്തിൻ്റെ സാക്ഷ്യത്തോടെയാണ് അരങ്ങേറാൻ പോകുന്നത് എന്നും ഒരു BJP MP ഒരു ഉളുപ്പുമില്ലാതെ പ്രസ്താവിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ BJP നേതാവ് മോദിയെ വിമർശിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാനാകും. അതിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. മോദിയുടെ നയതന്ത്രത്തിനെതിരെ യശ്വന്ത് സിൻഹ പ്രതികരിക്കുന്ന വാർത്ത AS സുരേഷ് കുമാർ ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: മോദി സർക്കാരിൻ്റെ നയതന്ത്ര രീതികൾക്കെതിരെ
കടുത്ത വിമർശനമുയർത്തി മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ യശ്വന്ത് സിൻഹ രംഗത്ത്. ആണവ വിതരണ രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ അംഗത്വത്തിനായി മോദി സർക്കാർ അമിതാവേശമാണ് കാണിച്ചത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തീർന്നില്ല, കേന്ദ്രത്തിൻ്റെ പാക് നയത്തിൽ നിന്നും ഒന്നും ഉരുത്തിരിയാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സുധീരനെതിരെ AI ഗ്രൂപ്പുകൾ ഒന്നിച്ച് നീങ്ങുന്നു, കൈകോർത്ത് പിടിച്ച് നീങ്ങുന്ന വാർത്ത മാധ്യമം പത്രം ഇന്ന് 1-ാം പേജിൽ വാർത്തയാക്കിയിരിക്കുന്നു. സുധീരനെതിരെ AI ഗ്രൂപ്പുകളുടെ നീക്കം. ഇടവേളയ്ക്ക് ശേഷം KPCC പ്രസിഡന്റ് VM സുധീരനെതിരെ AI ഗ്രൂപ്പുകളുടെ നീക്കം. ബാർ ഉടമ സംഘടനയുടെ നേതാവും UDF-നെതിരെ കടുത്ത അഴിമതി ആരോപണം നടത്തുകയും ചെയ്ത ബിജു രമേശിൻ്റെ മകളുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പങ്കെടുത്തതിനെ സുധീരൻ പരസ്യമായി വിമർശിച്ചിരുന്നു. സുധീരൻ്റെ പ്രസ്താവന ഉയർത്തിപ്പിടിച്ച് ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുകയാണ്. പരസ്യ പ്രസ്താവന നടത്തരുതെന്ന മാർഗ്ഗനിർദ്ദേശം സുധീരൻ ലംഘിച്ചുവെന്നാണ് പരാതി. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്കിന് ഗ്രൂപ്പുകാർ പരാതി അയച്ചതായാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ AI എന്ന അധികാര ഗ്രൂപ്പ് VM സുധീരൻ്റെ ആദർശത്തിനെതിരെ അണിനിരന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. പൊതുവിൽ ലൈബ്രറികൾ നമ്മുടെ നാട്ടിൽ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട്ടിലും നാട്ടിൻ പുറത്തുമൊക്കെ ഉണ്ടായിരുന്ന ലൈബ്രറികൾ, പഴയ ലൈബ്രറികൾ പൂട്ടിപ്പോകുന്നു, പുതിയവ തുറക്കുന്നുമില്ല. ഈ സാഹചര്യത്തിൽ വായനയുടെ സാമഗ്രിയായ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പുതിയ സംവിധാനങ്ങൾ ഒരുങ്ങുന്നു. അതേ സംബന്ധിച്ച ഒരു ചിത്രം ഇന്ന് പത്രത്തിൽ നമുക്ക് കാണാം. ആ ചിത്രം കാണുക. ഇക്കാലത്ത് ലൈബ്രറി കെട്ടിടങ്ങളിൽ നിന്ന് ലൈബ്രറി തെരുവുകളിലേക്ക് വരുന്നു. തിരുവനന്തപുരം മാനവീയം റോഡിലെ ബഹുജന വായനയ്ക്ക് തെരുവിൽ അക്ഷരവീതി സ്ട്രീറ്റ് റീഡേഴ്സ് ഫോറം ഒരുക്കിയ പുസ്തക ശേഖരം എത്തിയ ചിത്രം മഹിൻ ഷാ പകർത്തി ഹിന്ദു ഇന്ന് നമുക്ക് അതിൻ്റെ ഉൾപ്പേരിൽ തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.